എല്ലാവരും എത്തി. ബിഗ് ബോസ് ക്യാപ്റ്റൻ ലേറ്റ് ആയിട്ടാണെങ്കിലും എത്തി. എല്ലാത്തിനും ലേറ്റ് ആയി പറയാം. ക്യാപ്റ്റന് മാത്രമല്ല കുറ്റം പറയുന്നുള്ളൂ. വേറെ ആരെയും പറയുന്നില്ല. കുറെ നേരമായില്ലോ കാണാൻ. ശ്രദ്ധിക്കുക. ലേറ്റ് ഇതിനോടകം നിങ്ങളിൽ ഭൂരിഭാഗം പേർക്കും സ്വന്തം സാധനങ്ങളൊന്നും കിട്ടിയിട്ടില്ല. അതിലൂടെ നിങ്ങൾക്ക് തിരിച്ചറിയാനായിട്ടുണ്ടാകും ഇതാണ് പണിയെന്ന്. ഗാർഡൻ ഏരിയയിൽ നിങ്ങൾ കണ്ടു കാണും ഒരു സ്പെഷ്യൽ റൂം, പണിപ്പുര. പണിപ്പുര എന്താണ് പണിപ്പുര? പണിയെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഇടം. നിങ്ങൾ കൊണ്ടുവന്ന വസ്ത്രങ്ങളും ആക്സസറീസും എല്ലാം പണിപ്പുരയിലുണ്ട്. വസ്ത്രങ്ങൾ ബ്രൗൺ പാക്കറ്റിലും ആക്സസറീസ് പച്ച പാക്കറ്റിലുമായിരിക്കും ഉണ്ടാവുക. ഇത്തവണ ലക്ഷറി ബജറ്റ് ഷോപ്പിംഗ് ഉണ്ടായിരിക്കുന്നതല്ല. പകരം ലക്ഷറി ഫുഡ് ഐറ്റംസും പണിപ്പുരയിൽ പിങ്ക് പാക്കറ്റുകളിലായിരിക്കും ഉണ്ടാവുക. വിവിധ തരം ടാസ്കുകളിലൂടെയായിരിക്കും പണിപ്പുരയിലേക്കുള്ള പ്രവേശനം സാധ്യമാവുക. അതെപ്പോ നടക്കും, എങ്ങനെ നടക്കുമെന്നെല്ലാം വഴിയേ അറിയാം. പണിപ്പുരയിൽ പോകുന്നയാൾക്ക് സ്വന്തം ഐറ്റംസ് എടുക്കാം, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടിയും എടുക്കാം. ലക്ഷറി ഫുഡ് പണിപ്പുരയിലായതുകൊണ്ട് ഇനി എനിക്ക് നിങ്ങൾക്ക് തരാൻ ബേസിക് റേഷൻ മാത്രമേ ഉള്ളൂ. അതെപ്പോഴത്തെയും പോലെ സ്റ്റോർ റൂം വഴി നൽകുന്നതായിരിക്കും. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നത് 2 ജോഡി വസ്ത്രങ്ങൾ മാത്രമാണ്. 2 ജോഡി. അതിൽ നിങ്ങളെ കാണാൻ ഒരുപക്ഷെ സുന്ദരന്മാരും സുന്ദരികളുമൊക്കെ ആയിരിക്കാം. പക്ഷേ നിങ്ങളുടെ യഥാർത്ഥ ആത്മവിശ്വാസം കൈവരണമെങ്കിൽ, നിങ്ങൾക്ക് പൂർണ്ണത കൈവരണമെങ്കിൽ, പണിപ്പുരയിലുള്ള നിങ്ങളുടെ എല്ലാ വസ്തുക്കളും നിങ്ങളുടെ കൈകളിലെത്തണം. അതിന് ഇറങ്ങി കളിക്കണം. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു ബിഗ് ബോസ്. അപ്പം എന്ത് ടാസ്ക് ഉണ്ട്? ബേസിക്കലി നമുക്ക് ഫുഡ് ഉണ്ടാവും, ക്ലോത്ത്സ് ഉണ്ടാവും, പിന്നെ നമുക്ക് വേണ്ടി എടുക്കാം, വേറെ ആൾക്ക് വേണ്ടി എടുക്കാം, മാറി മാറി ചെയ്യാം. ടാസ്ക് 1 ടൈം ജയിച്ചാൽ ചിലപ്പോൾ 2 ക്ലോത്ത്സ് മാത്രം കിട്ടും, ചിലപ്പോൾ ഫുഡ് മാത്രം കിട്ടും, ചിലപ്പോൾ ഓൾറെഡി ഉള്ള ആൾ. കൂടുതൽ കാര്യങ്ങളെല്ലാം ഒരു നിയമ പുസ്തകത്തിലുണ്ട്. ആ പുസ്തകം ഇപ്പൊ സ്റ്റോർ റൂമിൽ വെച്ചിട്ടുണ്ട്. ആരാണ് പോയി എടുക്കുന്നത്? എന്നെ ക്യാപ്റ്റൻ ആക്കിയതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് ഒരാൾക്ക് പോവാം, ആഗ്രഹമുള്ളവർക്ക്. ക്യാപ്റ്റൻ പൊയ്ക്കോ, ഞങ്ങൾ ആഗ്രഹം. ഞാൻ ഓൾറെഡി ക്യാപ്റ്റനായി, അതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ആഗ്രഹം പോവാം. എല്ലാവർക്കും ഓക്കെ അല്ലേ? ആര്യൻ പോയി എടുത്തോളൂ. സ്റ്റോർ റൂമിലാണ്. അതല്ല പിന്നെ എന്റെ കുക്കിള് ഹൗസിലേക്ക് ഞാൻ അത്ര വായിച്ചു നിങ്ങൾക്ക് വേണ്ടി. അപ്പോ നമുക്ക് തുടങ്ങാം. ഓക്കെ. പണിപ്പുരയുടെ നിയമങ്ങൾ. 1. നിങ്ങൾ ബിഗ് ബോസ് ഹൗസിലേക്ക് കൊണ്ടുവന്ന എല്ലാവിധ വ്യക്തിഗത വസ്തുക്കളും പണിപ്പുരയിലായിരിക്കും ഉണ്ടാവുക. 2. ബിഗ് ബോസ് നൽകുന്ന ലക്ഷറി ബഡ്ജറ്റ് വസ്തുക്കളും പണിപ്പുരയിൽ ഉണ്ടായിരിക്കും. 3. ഓരോ ആഴ്ചയും നിങ്ങൾക്ക് ലഭിക്കുന്ന ലക്ഷറി ബഡ്ജറ്റ് പോയിന്റ് ഉപയോഗിച്ച് മാത്രമേ പണിപ്പുരയിൽ നിന്ന് ഈ സാധനങ്ങളെല്ലാം എടുക്കുവാൻ സാധിക്കുകയുള്ളൂ. 4. പണിപ്പുരയിലുള്ള ഓരോ വസ്തുക്കൾക്കും നിശ്ചിത പോയിന്റ് വീതം നൽകിയിട്ടുണ്ടാവും. 5. ആഴ്ചയിൽ 2 തവണ മാത്രമേ പണിപ്പുരയിൽ പ്രവേശിക്കാൻ അവസരം ലഭിക്കുകയുള്ളൂ.
6. നിശ്ചിത സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ലക്ഷറി പോയിന്റിനുള്ളിൽ ഒതുങ്ങുന്ന എന്ത് വേണമെങ്കിലും പണിപ്പുരയിൽ നിന്ന് എടുക്കാവുന്നതാണ്. 7. പേരുകളും പോയിന്റുകളും എഴുതിയ പിങ്ക്, ബ്രൗൺ, ഗ്രീൻ എന്നീ നിറങ്ങളിലുള്ള പാക്കേജുകളിലായിരിക്കും ഈ വസ്തുക്കളെയെല്ലാം പണിപ്പുരയിൽ ഉണ്ടാവുക. അതിൽ പിങ്ക് പാക്കേജിൽ ഭക്ഷ്യവസ്തുക്കളും, ബ്രൗൺ പാക്കേജിൽ വസ്ത്രങ്ങളും, ഗ്രീൻ പാക്കേജിൽ ആക്സസറീസ് ഉൾപ്പെടെയുള്ള മറ്റു വസ്തുക്കളുമായിരിക്കും ഉണ്ടാവുക. 8. പണിപ്പുരയിൽ പ്രവേശിക്കുന്നയാൾക്ക് തനിക്ക് വേണ്ടിയുള്ള പേഴ്സണൽ വസ്തുക്കളോ അല്ലെങ്കിൽ തനിക്ക് വേണ്ടിയുള്ള ലക്ഷറി സാധനങ്ങളോ എടുക്കാം. അതല്ലെങ്കിൽ മറ്റുള്ളവർക്കായുള്ള പേഴ്സണൽ വസ്തുക്കളോ മറ്റുള്ളവർക്കായുള്ള ലക്ഷറി സാധനങ്ങളോ എടുക്കാം. 9. നിങ്ങൾക്ക് ലഭിക്കുന്ന സമയത്തിനുള്ളിൽ സാധനങ്ങൾ എടുത്ത് പണിപ്പുരയ്ക്ക് പുറത്തിറങ്ങിയില്ലെങ്കിൽ എടുത്ത വസ്തുക്കളെല്ലാം തിരികെ ഏൽപ്പിക്കേണ്ടതാണ്. 10. ലഭിച്ച ലക്ഷറി പോയിന്റിൽ കവിഞ്ഞ് സാധനങ്ങൾ എടുത്താൽ അധികമായവ തിരിച്ച് നൽകേണ്ടതാണ്. 11. എടുത്ത സാധനങ്ങൾ പേഴ്സണൽ ആണെങ്കിൽ പണിപ്പുരയ്ക്ക് മുൻപിലുള്ള പേഴ്സണൽ എന്ന ബാസ്ക്കറ്റിലും മറ്റുള്ളവർക്കുള്ളവ ആണെങ്കിൽ ജനറൽ എന്ന ബാസ്ക്കറ്റിലും നിക്ഷേപിക്കുക. 11. എടുത്ത സാധനങ്ങൾ പേഴ്സണൽ ആണെങ്കിൽ പണിപ്പുരയ്ക്ക് മുൻപിലുള്ള പേഴ്സണൽ എന്നെഴുതിയ ബാസ്ക്കറ്റിലും മറ്റുള്ളവർക്കുള്ളവ ആണെങ്കിൽ